അവനൊരു ഞെട്ടലോടെ കണ്ണു തുറന്നതും നെഞ്ചിൽ അള്ളിപ്പിടിച്ചുകൊണ്ട് ഭയത്തോടെ തന്നെ നോക്കുന്ന ലച്ചുവിൻ്റെ അത്രയും ഭംഗിയുള്ള മുഖം തൻ്റെ തൊട്ടടുത്ത്. അവൻ്റെ കൈകൾ അറിയാതെ അവളുടെ ഇടുപ്പിലൂടെ വട്ടം പിടിച്ച് അവളെ അവനിലേക്ക് ചേർത്തു. ചിമ്മാതെ അവൻ അവളെ നോക്കി. നീളമുള്ള മുടിയിഴകളും വിടർന്നു നീണ്ട കണ്ണുകളും അമർത്തി ചുംബിക്കാൻ തോന്നുന്ന ഇളം റോസാതരങ്ങളും കഴുത്തിൽ തൻ്റെ താലിയും. അവൻ്റെ ചൊടിയൊന്ന് വിടർന്നു. അവൻ്റെ കൈകൾ അവളുടെ ഇടുപ്പിൽ പതിയെ ഒന്ന് മുറുകി. അവളൊന്ന് വിറച്ചു. രുദ്രേട്ടാ, അവളൊരു ഏങ്ങലോടെ വിളിച്ചു. അവളുടെ സ്വരം ചെവിയിൽ പതിഞ്ഞപ്പോഴാണ് അവൻ എന്താണ് താൻ ചെയ്യാൻ പോയതെന്ന ബോധം വന്നത്. പരിഭ്രമത്തോടെ തന്നെ നോക്കുന്നവളെ കണ്ടതും അവനാകെ വല്ലാതായി. അവൻ്റെ കൈ ശരീരത്തിൽ നിന്നും മാറിയതും അവളൊരു പിടച്ചിലോടെ എണീറ്റു. അമ്പലത്തിൽ പോവാൻ പറഞ്ഞിരുന്നില്ലേ അമ്മ? റെഡിയായിട്ട് താഴേക്ക് വരാൻ പറഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കാൻ കഴിയാതെ തലയും കുനിച്ചു പറഞ്ഞുകൊണ്ടവൾ അവനെ നോക്കുക പോലും ചെയ്യാതെ ധൃതി താഴേക്ക് നടന്നു. അവൻ ബെഡിൽ എണീറ്റിരുന്ന് അവൾ പോയ വഴിയെ നോക്കി. പാടില്ലായിരുന്നു. ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളെ തൊട്ടു. അവനോട് തന്നെ വെറുപ്പ് തോന്നി. മുറ്റത്തു നടന്ന് പല പോസിലുള്ള സെൽഫി എടുക്കുകയാണ് വേണി. ലച്ചുവിൻ്റെ നോട്ടം അവളിലാണെങ്കിലും മനസ്സ് മുഴുവൻ നേരത്തെ നടന്ന സംഭവമാണ്. അവനിൽ നിന്നും ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചില്ല. തെറ്റ് തൻ്റെ ഭാഗത്ത് തന്നെയാണ്. താൻ അവൻ്റെ ഭാര്യയാണ്. ഇതുവരെ അങ്ങനെ ഒരു അവകാശവും അവൻ കാണിച്ചിട്ടില്ല. ഇന്ന് ആ സാഹചര്യത്തിൽ ആരായാലും ചെയ്തു പോകും. പോവാം. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടിമുഖമുയർത്തി നോക്കി. അവളുടെ നോട്ടം കണ്ടതും അവനൊരു പതർച്ചയോടെ ചിരിച്ചു. അത് കണ്ടതും അവൾ മുഖം കുനിച്ചു. പതിവിന് വിപരീതമായി അവനന്ന് ഫുൾ സൈലന്റ് ആയിരുന്നു. അല്ലെങ്കിൽ ഒരവസരം കിട്ടിയാൽ അവളുടെ അടുത്തു നിന്ന് മാറാതെയും അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചു നടക്കുകയും ചെയ്യുന്നവൻ അവളിൽ നിന്നും അകലം വിട്ടു നിന്നു. അമ്പലത്തിൽ നിന്നും വരുന്ന വഴി വേണിക്ക് ഷോപ്പിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് ടൗണിലൊക്കെ പോയിട്ടാണ് തിരിച്ചു വന്നത്. അവളെ ഫേസ് ചെയ്യാനുള്ള മടി കൊണ്ട് അവൻ അപ്പോഴൊക്കെ കാറിൽ തന്നെ ഇരുന്നു. ലച്ചുവിന് മനസ്സിലായിരുന്നു അവൻ്റെ ഈ മാറ്റം. വീട്ടിലെത്തിയപ്പോൾ അച്ഛൻ്റെ ഫ്രണ്ട്സ് ആരൊക്കെ വന്നിരുന്നു. വിവാഹത്തിന് വരാൻ കഴിയാത്തതുകൊണ്ട് ലച്ചുവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അവരോട് അല്പം നേരം സംസാരിച്ച് അവൾ ഡ്രസ് മാറാൻ വേണ്ടി റൂമിലേക്ക് നടന്നു. രുദ്രൻ അവരോട് സംസാരിച്ച് അവിടെ തന്നെ ഇരുന്നു. ലച്ചു ഡ്രസ് മാറി ബ്ലാക്ക് കളർ കോഡ് സെറ്റ് ചുരിദാറായിരുന്നു ധരിച്ചത്. പുറത്തേക്ക് ഇറങ്ങാൻ തുനിഞ്ഞപ്പോഴാണ് രുദ്രൻ അകത്തേക്ക് വന്നത്. അവൾ മുഖം കുനിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവൾക്ക് മുൻപിലേക്ക് അവൻ ഒരു മറ പോലെ നിന്നു. അവളൊരു പകപ്പോടെ അവനെ മുഖമുയർത്തി നോക്കി. ലച്ചു, നേരത്തെ അങ്ങനെയൊരു സാഹചര്യത്തിൽ അറിയാതെ പറ്റിപ്പോയി. സോറി. ഇനി അങ്ങനെയൊന്ന് എൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവില്ല. ക്ഷമിക്കടോ. ഒന്നുമില്ലെങ്കിലും ഞാൻ തൻ്റെ കെട്ടിയോനല്ലേ. ആദ്യമൊക്കെ പതർച്ചയോടെയും അവസാനം വരുത്തി തീർത്തൊരു പുഞ്ചിരിയോടെയും പറഞ്ഞവൻ. അവളൊന്നും പറയാതെ പതിയെ ഒന്ന് മൂളി. അവളുടെ വാടിയ മുഖം കണ്ടതും ഉള്ളിൽ ഉയർന്നു വന്നൊരു അസ്വസ്ഥതയോടെ അവൻ അവൾക്ക് മുൻപിൽ നിന്നും മാറി. അലമാരയിൽ നിന്നും ഓരോന്നെടുത്ത് ബാഗിൽ കുത്തി നിറക്കുകയാണ് വേണി. അവളെ കൊണ്ടുപോവാൻ രാഹുൽ വന്നിരുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം അവൻ്റെ വീട്ടിൽ തിരിച്ചു പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് വേണി. ലച്ചുവിന് അത്ഭുതം തോന്നി. സ്വന്തം വീട് വിട്ട് മറ്റൊരു വീട്ടിലേക്ക് പോകുന്നതിൻ്റെ യാതൊരു വിഷമമോ ഇല്ല. ആരുവും ഇങ്ങനെ തന്നെയാണെന്ന് അവൾ ഓർത്തു. ആരു ഒരു മകൾ മാത്രമാണ്. അവളുടെ വിവാഹം കഴിഞ്ഞതോടെ അമ്മ അച്ഛൻ്റെ കൂടെ അബ്രോഡ് പോയി. ആരു വല്ലപ്പോഴും മാത്രം കണ്ണേട്ടൻ്റെ കൂടെ തറവാട്ടു വീട്ടിലോ മറ്റോ പോയിട്ട് വരും. ആൾക്ക് ഇവിടെ നിൽക്കാനാണ് ഇഷ്ടവും. അവളെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ലച്ചുവിൻ്റെ ചുണ്ടിലൊരു ചിരി വിടർന്നു. ഇറങ്ങാൻ നേരം അവളെ കെട്ടിപ്പിടിച്ച് വേണി കവിളിൽ ചുണ്ട് ചേർത്തു. എൻ്റെ അച്ഛനെയും അമ്മയെയും ഏട്ടനെയും നിന്നെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോണേ. നോക്കിക്കോണം. കുരുത്തം കെട്ടതാ മൂന്നും. ഇത്രയും നാളും എന്നെ പേടിച്ചൊതുങ്ങി നിന്നതാ. ഇനി നിന്റെ കയ്യിലാ. അനുസരണയില്ലേ 2 വീതം 3 നേരം വെച്ചിട്ട് കൊടുത്തോ. സങ്കടത്തോടെ പറഞ്ഞു തുടങ്ങിയവൾ അവസാനം കുറുമ്പോടെ പറഞ്ഞു.
അത് കേട്ടതും പൊട്ടിവന്ന ചിരിയടക്കി ലച്ചു എല്ലാവരെയും നോക്കി. രുദ്രന്റെ കണ്ണുകളുമായി നോട്ടമിടഞ്ഞപ്പോൾ അവൾ മുഖം തിരിച്ചു. അന്ന് അങ്ങനെയൊരു സംഭവം നടന്നതിന് ശേഷം അവൻ മുൻപത്തെ പോലെ തന്നോട് അടുത്തിടപഴകാൻ വന്നിട്ടില്ല. അവൾക്കെന്തോ വല്ലാതെ തോന്നി. ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാൻ കുറച്ച് സമയം വേണമെന്ന് തോന്നിയിരുന്നെങ്കിലും ഇടയ്ക്കിടെയുള്ള അവന്റെ നോട്ടവും അവന്റെ കരുതലുമൊക്കെ അവൾക്ക് കണ്ണിനേൽപ്പിച്ച മുറിവിൽ നിന്നും ഒരാശ്വാസമായിരുന്നു. അമ്മയോടും അച്ഛനോടും നല്ല കൂട്ടായതുകൊണ്ട് തന്നെ വേണി പോയത് അവൾക്ക് വല്ലാതെ ഒറ്റപ്പെടൽ തീർത്തില്ല. രുദ്രനും അച്ഛനും ഓഫീസിൽ പോയതിനു ശേഷം വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് വീണക്കും ആരുവിനും ഓരോ മെസ്സേജും അയച്ചിട്ട് അവൾ അമ്മയുടെ അടുത്ത് തന്നെ വന്നിരുന്നു. അവർ പോയാലുള്ള സ്ഥിരം പരിപാടിയാണ് അമ്മയുടെ ഓൾഡ് സ്റ്റോറി കേൾക്കൽ. കൂടുതലും രുദ്രനെ കുറിച്ചാവും അവർക്ക് കൂടുതലും പറയാനുണ്ടാവുക. എന്തോ അത് കേൾക്കാനും അവൾക്ക് ഇഷ്ടമാണ്. മോളോട് അമ്മയൊരു കാര്യം ചോദിക്കട്ടെ? ഓരോന്ന് പറയുന്നതിനിടയിൽ അവർ ലച്ചുവിനെ നോക്കി. അവൾ എന്തെന്ന ഭാവത്തിൽ പുഞ്ചിരിയോടെ അവരെ നോക്കി. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ അമ്മ ഇടപെട്ടെന്ന് തോന്നരുത്. ചോദിക്കാനുള്ളൊരു സ്ഥാനം മോൾ എനിക്ക് തന്നിട്ടുണ്ടെന്നൊരു വിശ്വാസത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അവർ സ്നേഹത്തോടെ അവളെ നോക്കി. അവൾക്ക് എന്തോ ഒരു ഭയം തന്നെ പിടികൂടുന്നത് പോലെ തോന്നി. രുദ്രേട്ടൻ വല്ലതും അമ്മയോട് പറഞ്ഞിരിക്കുവോ? അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അമ്മക്ക് എന്തു വേണേലും എന്നോട് പറയാലോ. ഉള്ളിലെ പിടപ്പ് അടക്കി പിടിച്ചുകൊണ്ടവൾ ചെറുചിരിയോടെ പറഞ്ഞു. ഒരു നിമിഷം അവർ അവളെയൊന്ന് നോക്കി. അവളുടെ കൈകൾ കവർന്നു. മോളും രുദ്രനും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരവളുടെ കണ്ണിലേക്ക് നോക്കി. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്ക് തോന്നാറുണ്ട് ഞങ്ങളോട് 3 പേരോടും ഉള്ള ഒരടുപ്പം മോൾക്ക് അവനോടില്ലെന്ന്. അവനെ കാണുമ്പോഴുള്ള മോളുടെ മാറ്റവും ഭയവും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാനും ഒരു പെണ്ണല്ലേ? അതിലപ്പുറം നിങ്ങളുടെ 3 പേരുടെയും അമ്മയല്ലേ ഞാൻ? അവരുടെ ശബ്ദമൊന്ന് ഇടറി. അത് കണ്ടതും അവളുടെ മുഖം കുനിഞ്ഞു. അമ്മയുടെ കുഞ്ഞിനെ സങ്കടപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങളൊക്കെ ചെറിയ കുട്ടികളല്ലേ? പറയാൻ കഴിയാത്ത പല പ്രശ്നങ്ങളും കാണും. അതൊക്കെ പറഞ്ഞു തീർത്ത് സന്തോഷത്തോടെ ജീവിക്കണം. മോളെ കണ്ട അന്ന് രാത്രി അവൻ എന്നോട് വന്ന് പറഞ്ഞതാ, എൻ്റെ പാതിയായിട്ട് ഒരു പെണ്ണുണ്ടൽ അത് ലച്ചുവാവും എന്ന്. അത്രയും ആഗ്രഹിച്ചു നേടിയതാ മോളെ അവൻ. എത്രയൊക്കെ ക്ഷമയോടെ നിന്നാലും ഒരാണല്ലേ മോളെ. ഇനി മോൾക്ക് അവനെ ഇഷ്ടപ്പെടാൻ പറ്റില്ലെങ്കിൽ അത് അവനോട് തുറന്നു പറയണം. അല്ലെങ്കിൽ ഈ അമ്മയോട് പറ. വെറുതെ മോഹം കൊടുത്ത് അവസാനം പറ്റില്ലെന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മോൾക്ക് അറിയാത്തൊരു രുദ്രനുണ്ട്. ഈ അമ്മയായ എനിക്ക് പോലും ഭയമുള്ളൊരു രുദ്രൻ. മോളോട് അവനത് കാണിക്കാത്തതിൻ്റെ കാരണം അത്രത്തോളം അവന് മോളെ ഇഷ്ടമായതുകൊണ്ടാ. മോൾക്ക് അമ്മയോട് ദേഷ്യമുണ്ടോ? അവളുടെ മുഖം പിടിച്ചുയർത്തി നിറഞ്ഞു തൂവുന്ന കണ്ണുകളിലേക്ക് നോക്കിയവർ സഹതാപത്തോടെ ചോദിച്ചു. അത് കേട്ടതും അവൾ അവരുടെ മാറിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മോൾക്ക് എൻ്റെ മോനെ വേണ്ടേ? അവളുടെ മുഖം കൈകളിൽ കോരിയെടുത്ത് നിറഞ്ഞ കണ്ണോടെ ആദിയോടെ ചോദിച്ചവർ. അത് കേട്ടതും അവളൊന്ന് ഞെട്ടി. അവരുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എനിക്കെന്നും എൻ്റെ ഈ അമ്മയെ വേണം. അതും പറഞ്ഞുകൊണ്ടവൾ അവരുടെ മാറിലേക്ക് വീണ് തേങ്ങി. അവരിൽ ഒരാശ്വാസത്തിൻ്റെ പുഞ്ചിരി വിടർന്നു. ദിവസങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭയം വിട്ടൊഴിഞ്ഞതുപോലെ. അതേസമയം അവളും തയ്യാറാവുകയായിരുന്നു അവൻ്റെ നല്ലൊരു പാതിയാവാൻ, പൂർണ്ണമായും രുദ്രദേവിൻ്റെ പാതിയായി തീരാൻ.